പിള്ളേരെ നമുക്കിനി നോട്ട് എഴുതാം. എല്ലാരും നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്ക്. നോട്ടാ? ഇനിയാ സാറേ, സമയാവാറായി. എന്നാ നീ വീട്ടിൽ പോ. പഠിക്കയില്ല പെടുക്കയില്ല, ക്ലാസ്സിൽ തള്ളിക്കൊണ്ട് വന്നോളും. ഡേയ് മോനു, 2 പേന ഉണ്ടെങ്കിൽ താടേ. പേനയാ? ഇന്നാടാ. കോപത്താൽ ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന ലക്ഷ്മണനെയാണ് സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഓ, 2 വഴക്കൊടുത്തപ്പോ ചെറുക്കൻ നന്നായി. അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന എന്റെ പട്ടി എഴുതും നോട്ട്. ക്ലാസ്സിലെ ബാക്കിയുള്ള പിള്ളേരൊക്കെ നോട്ട് എഴുതുമ്പോ ഇതുപോലെ ക്ലാസ്സിൽ നോട്ട് എഴുതാതിരിക്കണതും ഒരു പ്രത്യേക സുഖാണ്. അടുത്തത് ഏത് വിഷയം? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അടുത്തത് ഇത് PT പീരീഡ്. കളിക്കാനും കളിക്കുന്നത് വായി നോക്കാനും ആഴ്ചയിൽ ഒരിക്കൽ കിട്ടണ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പീരീഡ്. കുട്ടികളെ, ആ വിളിയിലൊരു സ്നേഹം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ള സ്നേഹം കൂടെ കളയാനുള്ള വിളിയായി ടീച്ചർ എത്തി. നിങ്ങൾക്ക് അപ്പൊ നമുക്ക് കളിച്ചാലോ? ഓ ഭാഗ്യം, തള്ള ക്ലാസ് എടുക്കാൻ വന്നെയാണെന്ന് വിചാരിച്ച്. കളിക്കാൻ ടീച്ചർ. അപ്പൊ എല്ലാരും ബുക്ക് എടുത്ത് വെക്ക്, ഞാൻ പോയി എന്റെ ടെക്സ്റ്റ് എടുത്തിട്ട് വന്നാ നമുക്ക് കണക്കിലെ കളി കളിക്കാം. ടീച്ചറെ, ഇതായിട്ട് നിങ്ങളുടെ പീരീഡ് അല്ലല്ല, PT പീരീഡ് അല്ലേ? പിന്നെ എന്തുണ്ടാക്കാൻ തള്ളിക്കൊണ്ട് വരണേ എന്നൊക്കെ പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാം മനസ്സിലൊതുക്കി ഇരിക്കാനേ നമുക്ക് പറ്റൂ. ടീച്ചറായി പോയില്ലേ. എപ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് PT പീരീഡിൽ എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞ് കെട്ടിയെടുത്തോളൂ. അങ്ങനെ ഒട്ടും ഇഷ്ടമല്ലാത്ത ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിൽ പോയിരുന്ന് ടീച്ചർ കാണാതെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ നിശബ്ദമാവും. കാറ്റ് ദിശ മാറി വീശാൻ തുടങ്ങും. രോമകൂപങ്ങളൊക്കെ എണീറ്റ് നിൽക്കും. എന്തോ ഒരു വലിയ ആപത്ത് വരാനിരിക്കണ് എന്ന് മനസ്സിൽ വിചാരിച്ചു തുടങ്ങുമ്പോ തന്നെ അതെ, അത് ആ വ്യക്തി തന്നെ. ക്ലാസിന്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് ഒരു മുടിനാരിഴ പോലും മുന്നം തെറ്റാതെ തന്റെ ഇരയെ എറിഞ്ഞു വീഴ്ത്താൻ കഴിവുള്ള ടീച്ചർ. ഇതിപ്പോ എവിടെയാ പ്രശ്നം പറ്റിയെന്ന് വെച്ചാ, ഇന്നലെ വരെ തുണിയുടെ ഡസ്റ്റർ ആയിരുന്നു ക്ലാസ്സില്. പക്ഷേ ഇന്ന് 10 രൂപയാ? എന്റെ ഒന്നും ഇല്ല, ഞാൻ പിന്നെ തരാം. എടി, പിന്നെ വാങ്ങുമ്പോഴേ തുണിയുടെ ഓന ഡസ്റ്റർ വേണ്ട ഏട്ടാ, നല്ല കിടിലൻ ഡസ്റ്റർ വാങ്ങണം. അതാവുമ്പോ കൊറേ കാലം നിക്കും. ഇങ്ങനെ പോയാ ഞാൻ അധികം കാലം നിക്കൊന്നും തോന്നണില്ല. ക്രിയേറ്ററെ, എന്റെ മുഖത്ത് ഡസ്റ്റർ കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണ കണ്ടില്ലേ? മര്യാദയ്ക്ക് ഔട്ട്രോ പറ അങ്ങോട്ട്. ഹേ ഗുയിസ്, അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹേ ഗുയിസ്, ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെന്താണ്? ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഞാൻ ഉടനെ വരുന്നത് വരേക്കും ബൈ.